എന്താ പറയുന്നത്? ഈ നിമിഷത്തിൽ ഇപ്പൊ എന്താ തോന്നുന്നത് ഈ നിമിഷത്തില് വോട്ട് ചെയ്തവരോട് തോന്നുന്നത് വളരെയേറെ സന്തോഷം. അവരാണ് മോനെ വിജയിപ്പിച്ചത്. ഒത്തിരി ഇത്രയും പ്രേക്ഷകർ അവനുണ്ടായില്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെയേറെ സന്തോഷം. ഒത്തിരി സന്തോഷം. ഞാൻ ഉദ്ദേശിച്ചതിലും അധികം പ്രേക്ഷകരുണ്ടായി. അതിൽ എല്ലാവരോടും നന്ദി. ആ സമയത്ത് ജിന്ദുചേട്ടനെതിരെ ഭയങ്കര കളിയാക്കല് മണ്ടനാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അപ്പം പറയാറുണ്ട്. മണ്ടനല്ല എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവര് തന്നെ പറഞ്ഞു മണ്ടനല്ല. അവർക്ക് തന്നെ 2 ദിവസം അവനവിടെ ഇങ്ങനെ ഒന്നും കളിക്കുകയും എടുക്കുകയും ചെയ്യാതെ അങ്ങനെ കുത്തിയിരുന്ന. അപ്പൊ അവനതെല്ലാം കണ്ടൊന്നും മനസ്സിലാക്കാന്നാണ് കുട്ടിയിരുന്ന. അപ്പൊ കണക്കാക്കിയിരുന്നപ്പോ ഇവര് വിചാരിച്ചൊരു മണ്ടനാണെന്ന്. അപ്പൊ ലാസ്റ്റ് ഇവർക്ക് തന്നെ തോന്നി ഇവൻ മണ്ടനല്ല, ബുദ്ധിമാനാന്ന് ഇവര് തന്നെ പറഞ്ഞു. ഇപ്പൊ ലാസ്റ്റ് ബുദ്ധിമാനാന്ന് തെളിയുകയും ചെയ്തു. തെളിയിച്ചു കൊടുത്തു. ഒരാളെ കഴിവെടുത്ത എന്തോ സഹിക്കാൻ പറ്റാത്തൊരു സന്തോഷവും സങ്കടവും ഇതെല്ലാം ഉണ്ട് ശരീരത്തിൽ. എങ്ങനെയോ എന്തൊക്കെയോ തോന്നിയെന്ന് എനിക്ക് തന്നെ പറയാൻ കിട്ടുന്നു. അതിന് മാത്രം സന്തോഷവും സങ്കടവും എല്ലാം എൻ്റെ മനസ്സിൽ വന്നു. ഈ ജിന്ദുചേട്ടൻ മണ്ടനാന്ന് പറഞ്ഞപ്പോ ജിന്ദുചേട്ടൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. ആരെന്നെ മണ്ടനാന്ന് പറഞ്ഞാലും എന്റെ അമ്മയ്ക്ക് തന്നെ മനസ്സിലാവുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവൂല. ചെറുപ്പം മുതല് എന്റെ മോനല്ലേ, ഞാൻ വളർത്ത മോനല്ലേ, എനിക്കറിയാലോ അവരൊരു മണ്ടനല്ല, നല്ലൊരു ബുദ്ധിമാനാണ്. ഒരു ബുദ്ധിമാനായതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുപ്രായം മുതല് അധ്വാനിക്കാനും കഷ്ടപ്പെടാനും യാതൊരു പ്രശ്നങ്ങളിലോ ഒന്നിനും വീഴാതെ പോവാതെ അവൻ നല്ല രീതിയിൽ വളർന്നു വന്നത്. അവൻ നല്ലൊരു ബുദ്ധിമാനായിട്ടാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ കുഞ്ഞുപ്രായം മുതൽ കഷ്ടപ്പാടിന്റെ സമയത്തും എന്നോട് എല്ലാ കാര്യവും തുറന്നു പറയും. ഞാനും പറയും. അങ്ങനെ ഭയങ്കര സ്നേഹ ഇതായിരുന്നു. പിന്നെ ഇപ്പൊ എനിക്ക് സുഖമില്ലാണ്ടായോടി അവരൊന്നും കൂടി ഭയങ്കര വിഷമായി. അപ്പൊ അവൻ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, ഞാൻ അമൃതയിലെ ആശുപത്രിയിൽ പോയി കൊണ്ട് പോന്നപ്പോ ഇങ്ങനെ ലെൻസിനാണ് കംപ്ലൈന്റ്, ചുരുങ്ങി അങ്ങേറ്റായി, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ്, ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയി. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞപ്പോ അമ്മ ഒരു കാരണവശാലും പേടിക്കണ്ട, എവിടെ പോയാലും എന്റെ തൊണ്ടയിൽ വെക്കേണ്ടെങ്കിൽ അമ്മേനെ ചികിത്സ ചെയ്ത് രക്ഷിക്കും, അമ്മ വളരെ പേടിക്കുക ഒന്നും ചെയ്തിരുന്നു പറഞ്ഞു. അമ്മയ്ക്ക് തന്ന വാക്ക് പാലിച്ചുകൊണ്ട് നാളെ മോൻ വരാല്ലേ? വരാണ്. അപ്പൊ മോനെ സ്വീകരണം എന്തൊക്കെ ചെയ്യുന്നത്? സ്വീകരണം അവൻ വരുമ്പോ ഞങ്ങള് അതിൻ്റെതായ എല്ലാവരൊക്കെ ഉണ്ടാവൂലോ. എല്ലാ ആൾക്കാരും വരും. ബന്ധുക്കളും വീട്ടുകാരും എല്ലാവരും വരും. എല്ലാവരും ഉണ്ടാവും ഇവിടെ. എല്ലാവരും കൂടി ഒന്ന് അടിച്ചു പൊളിച്ച് സന്തോഷിച്ച് ഇരിക്കണം. സന്തോഷിക്കാന്ന് കരുതിയിരിക്കുന്നത്. നാട്ടുകാര് ഭയങ്കര സ്നേഹം അവനോട്, എല്ലാ നാട്ടുകാരും.